കാത്തുപൂപ്പിയുടെ അപകടം കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായത്. പേടി. അമ്മ എനിക്ക് ഞാൻ ഒത്തിരി എൻ്റെ ചേട്ടൻ്റെ മോള് കുഞ്ഞായിരിക്കുമ്പോഴാണ് കാത്തുപൂപ്പിനെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ആ പാട്ട് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് കണ്ടിട്ട് അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റ് പറഞ്ഞാണ് പേടി, എന്തു പറഞ്ഞാലും പേടി. അങ്ങനെ ഞാനിരുന്ന് ഹിസ്റ്ററി എടുത്ത് അവസാനം കാത്തുവിനകത്ത് കുറെ പേടി എലമെന്റ്സ് ഉണ്ട്. അതെ അല്ലേ? ഞാൻ എന്നിട്ട് എനിക്ക് ഒരു രക്ഷയും കിട്ടുന്നില്ല, എവിടെന്നാന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഞാനിരുന്ന് കാത്തു കാണാം. അപ്പൊ എനിക്ക് മനസ്സിലാവും അമ്മ എനിക്ക് പേടിയാവുന്നു. അത് ഭയങ്കര ഹൈപ്പിലാ പറയണേ. അപ്പൊ അത് കേട്ട് കുട്ടിക്ക് അതൊരു ഹരമായിട്ട് മാറി. മനസ്സിലാണ്ടോ? അതിന് ആപ്പടെ 2.5 വയസ്സുള്ളൂ, അതിന് എന്ത് മനസ്സിലാവാനാ? അപ്പൊ പിന്നെ അതിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടിയാവുന്നു, എന്തിനും പേടിയാവുന്നു പറയുമ്പോ അമ്മയുടെ അടുത്ത് എക്സ്ട്രാ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അറ്റൻഷൻ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് പറയില്ലേ. പേടിയാവുന്നു പറയുമ്പോ മോനൊരു അറ്റൻഷൻ കൊടുത്താ പിന്നെയും പറയില്ലേ. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് വേണം. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ കുട്ടി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ അത് കാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ കേൾക്കെങ്കിലും ചെയ്യുക, എന്നിട്ട് വെച്ചു കൊടുത്തോ. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എവിടുന്നാന്നെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ ഇത് എന്നാലും എവിടെ നിന്ന് ഇത് കിട്ടി എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. ഇങ്ങനെ ആകുമ്പോൾ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ഡിനൈ ഒരു കാര്യം വേണ്ടാന്ന് പറയുമ്പോഴാണ് കൂടുതൽ അത് കിട്ടാനുള്ള ത്വര ഉണ്ടാവുക.